نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നന്മ കൊതിക്കുകയും നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ പരിശുദ്ധ റമളാൻ വലിയ അവസരമാണ് എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്, തിരിച്ചറിവുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി മാസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഹജ്ജിനെ സംബന്ധിച്ചും പവിത്രമായ മാസങ്ങളെ സംബന്ധിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരു മാസം അത് റമളാൻ മാത്രമാണ്. പണ്ഡിതന്മാർ പറയുന്നു അതിൻ്റെ ശ്രേഷ്ഠതയാണ് അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്നത്. റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്കൊക്കെ അറിയാം. റമളാനിൽ ഖുർആൻ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും അവൻ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള മാസം റമളാനാണ് എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പവിത്രമായ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളൊരു മാസം, ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ഉത്ബോധിപ്പിക്കുമായിരുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതാക്കും ഷഹ്റു റമളാൻ ഷഹ്റുൻ മുബാറക് എന്നാണ് ആ ഹദീസിൻ്റെ പ്രാരംഭം. അതാക്കും ഷഹ്റു റമളാൻ, ഇത് റമളാൻ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അതൊരു അനുഗ്രഹീതമായ മാസമാണ് എന്നാണ്. റമളാനിൻ്റെ രാവും പകലുമായ മുഴുവൻ സമയവും അനുഗ്രഹീതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ ആരാധനാ കർമ്മം അത് നോമ്പാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് റമളാൻ മാസത്തിലെ നോമ്പ് നിർവഹിക്കുക എന്നത്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ആരാണോ ആ റമളാനിൽ സാക്ഷികളാകുന്നത്, റമളാനിൽ ഹയാത്തോടെ ഉണ്ടാകുന്നത്, അവർ നോമ്പ് നോക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആണായാലും പെണ്ണായാലും ഒരു മുസ്ലിം റമളാൻ മാസത്തിൽ ആരോഗ്യത്തോടു കൂടെ ഉണ്ടെങ്കിൽ, അത് യാത്രക്കാരനല്ലെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമാണ് എന്ന് ബാലപാഠമായി തന്നെ പഠിച്ചവരാണ് നമ്മളൊക്കെ. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശാരീരികമായും മാനസികമായും നമ്മൾ തയ്യാറെടുക്കുന്നതും തീർച്ചയായും ആ നോമ്പിനു വേണ്ടി തന്നെയാണ് എന്നതിലും തർക്കമില്ല. പക്ഷെ സഹോദരങ്ങളെ, ഈ റമളാനിൽ നമ്മൾ നോമ്പ് നോറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ലെങ്കിൽ വലിയ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകുമെന്നതിൽ സംശയമില്ല. നോമ്പിൻ്റെ ശ്രേഷ്ഠത, നോമ്പ് നോറ്റാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് അസംഖ്യം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വളരെ കൗതുകത്തോടു കൂടെ നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്, കുല്ലു അമലി ഇബ്നി ആദം യുളാഅഫു, ആദമിൻ്റെ പുത്രൻ അഥവാ മനുഷ്യരായ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നന്മകളാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഇരട്ടികളായിരിക്കുമെന്നാണ്. അൽ ഹസനത്തു അശറു അംസാലിഹ, ഒരു പ്രതിഫലത്തിന്, ഒരു നന്മക്ക് 10 മുതൽ അതിൻ്റെ ഇരട്ടികളായി പ്രതിഫലം ലഭിക്കും. ഏതുവരെ? ഇലാ 700 700 ഇരട്ടി വരെ പ്രതിഫലം
ഒരു നന്മക്ക് ഏത് സമയത്തും കിട്ടും. റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒരു നന്മയുടെ പ്രതിഫലം എന്താണ്? ആ നന്മക്ക് അനുസൃതമായ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്, ഇല്ലസവും. എന്നാൽ നോമ്പിന് അങ്ങനെയല്ല. സാധാരണ ഒരു കർമ്മം, ഒരു നന്മ, നിസ്കാരം, സ്വതക്ക, ഖുർആൻ പാരായണം, ദിക്ർ, ഇങ്ങനെ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും 10 മുതൽ 700 വരെ ഇരട്ടിയാണ് പ്രതിഫലമെങ്കിൽ നോമ്പിന് അങ്ങനെയല്ല. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പിന്നെ അള്ളാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ പ്രതിഫലം ഈ 10 മുതൽ 700 വരെ പോലും ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നതല്ല. സുബ്ഹാനല്ലാഹ്. ഒരു നന്മക്ക് 10 മുതൽ 700 വരെ ഇരട്ടി പ്രതിഫലമാണ് എന്ന് പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിന്റെ കാര്യം വരുമ്പോഴോ അവിടെ പോലും ക്ലിപ്തപ്പെടുത്താവുന്നതല്ല. അത് എനിക്കുള്ളതാണ്, ഞാനാണത് നൽകുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി ഈ ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വാചകത്തെയാണ് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊരു 100 തവണ ആലോചിക്കുകയും സ്വയം പരീക്ഷണത്തിനും എക്സ്പെരിമെന്റ്സിനും ഒക്കെ വിധേയമാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറഞ്ഞു, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക, അതിന് കണക്കുകളില്ല. കാരണം യദഉ ശഹവതഹു വതആമഹു മിൻ അജ്ലി. അവൻ പകൽ സമയത്തെ അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ ഭക്ഷണം, വിശപ്പ്, ദാഹം ഒക്കെ അടക്കി പിടിച്ചു വെച്ചത് എനിക്ക് വേണ്ടിയാണ്. അത് വല്ലാത്തൊരു വർത്തമാനമാണ്, അത് വല്ലാത്തൊരു വികാരമാണ് അല്ലേ? വളരെ കഠിനമായ ചൂടിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ നല്ല ചൂട് വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായി റമദാനിൻ്റെ സമയത്തുമ്പോൾ കുറച്ചുകൂടെ ചൂട് വർദ്ധിക്കും. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെല്ലാവരും റമദാനാണ് എന്നതുകൊണ്ട് മറ്റെല്ലാ പണികളും മാറ്റിവെക്കുന്നില്ല. ജോലിക്ക് പോകുന്നു, വീട്ടിലെ പണികൾ നടക്കുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു, ഒന്നിനും നമ്മൾ മുടക്കം വരുത്തുന്നില്ല. രാവിലെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉച്ചക്ക് കഴിയുമ്പോഴേക്കും എല്ലാവരും ക്ഷീണിക്കും. വെള്ളത്തിന് ദാഹിക്കാത്തവരായി, ആവശ്യപ്പെടാത്തവരായി ആരുമില്ല, അത് ലഭിക്കാത്തവരായിട്ടും ആരുമില്ല. നമ്മുടെ കയ്യെത്തുന്ന ഒരുത്ത് വെള്ളമുണ്ട്, അത് കുടിക്കാൻ നമുക്ക് പറ്റുമായിരുന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യദഉ ശഹവതഹു വതആമഹു മിൻ അജ്ലി. എനിക്ക് വേണ്ടിയാണ് അവൻ അവൻ്റെ വികാരത്തെ പിടിച്ച് ഞാൻ പറഞ്ഞ സമയം അനുസരിച്ച് അവൻ മാറ്റിവെച്ചത്. അതിന് ഞാനാണ് പ്രതിഫലം നൽകുക, അതിൻ്റെ കണക്ക് പറയാൻ കഴിയുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് സത്യത്തിൽ നമ്മുടെ നോമ്പ് ഈ അർത്ഥത്തിൽ പരിവർത്തനം ഉണ്ടാകാറുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. റമളാനിൻ്റെ പകൽ സമയത്ത് അന്നപാനീയങ്ങൾ മാറ്റിവെക്കുക എന്നതല്ല നോമ്പിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. മറിച്ചെന്താണ്? ഈ വാചകത്തിൻ്റെ അർത്ഥവും പൊരുളുമാണ് നോമ്പ് കൊണ്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി അവൻ കൽപ്പിച്ചതിൻ്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം എത്രയും ആവശ്യക്കാരനായാലും ലഭ്യതയുണ്ടാകുമ്പോഴും അത് വേണ്ട എന്ന് വെക്കുന്ന നമ്മൾ, ആ സ്പിരിറ്റ്, ആ ഉൾക്കൊള്ളുന്ന, ആ പഠിപ്പിക്കുന്ന സ്പിരിറ്റിനെ, ലക്ഷ്യത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ റമളാനിലും അല്ലാത്തപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നിടത്താണ് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്ന കണക്കില്ലാത്ത കർമ്മമായി മാറുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. റുബ്ബ സ്വായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്. ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂദ്. ഇപ്പറഞ്ഞത് നടന്നിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ സഹിക്കേണ്ടതൊക്കെ സഹിച്ചു, ദാഹം സഹിച്ചു, പിന്നെ വിശപ്പ് സഹിച്ചു, ലഭ്യതയായ എല്ലാ അനുഗ്രഹങ്ങളും വേണ്ട എന്ന് വെച്ച് മാറ്റി നിർത്തി. അവൻ വിശപ്പ് സഹിച്ചവനാണ്. പക്ഷേ നോമ്പ് കൊണ്ട് അവൻ എന്ത് കിട്ടി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നോമ്പുകാരന് ലഭിക്കുന്ന വലിയ സന്തോഷത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താൻ. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്ന വേളയിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി വെച്ച് പ്രതീക്ഷയോടുകൂടെ ബാങ്ക് കേൾക്കാൻ നിന്ന്, ആ ബാങ്ക് കേൾക്കുമ്പോൾ വെള്ളം ഒരിച്ച് നമ്മൾ ഇറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആസ്വാദനം, അത് ലോകത്തെ എല്ലാ വിശ്വാസികളും അനുഭവിക്കുന്ന ഒരു ആസ്വാദനമാണ്. എന്നാൽ രണ്ടാമതൊരു സന്തോഷത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അനുഭവിക്കാൻ പാകത്തിൽ നോമ്പ് കാലത്തെ നമ്മൾ ധന്യമാക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അതെല്ലാ വിധത്തിലും ഭൗതികമായി നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമല്ല. ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. രണ്ടാമതൊരു സന്തോഷം നോമ്പുകാരനുണ്ട്. ആ സന്തോഷം നോമ്പിന്റെ ചൈതന്യവും അതിൻ്റെ പ്രതിഫലവും ഒക്കെയായി അള്ളാഹു കൽപ്പിച്ചതിൻ്റെ പേരിൽ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളെ മാറ്റിവെച്ച് അവൻ കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് ഉണ്ടാക്കിയെടുത്ത തെക്കുവയുമായി റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നോമ്പുകാരൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം, അത് എല്ലാ നോമ്പുകാർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എത്ര നോമ്പുകാരാണ് നോമ്പ് പിടിക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു, ഭക്ഷണം ഒഴിവാക്കുന്നു, പക്ഷെ നന്മകൾ ഒട്ടുമേ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നോമ്പ് നിർബന്ധമാക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരണം. എന്താണ് തഖ്വ? നന്മകളായി അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക.
തിന്മയായി അള്ളാഹു നിരോധിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഇതാണല്ലോ തഖ്വ അടിസ്ഥാനപരമായി. ഇത് സംസാരത്തിലും നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും നടത്തത്തിലും വസ്ത്രത്തിലും മാന്യതയിലും പെരുമാറ്റത്തിലും കൊണ്ടുവരാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നതാകണം റമളാനിന്റെ സമയം, പകലുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിക്കുകയാണ്, മന്നപാനീയങ്ങൾ മാറ്റി വെക്കുകയാണ്. പക്ഷേ മോശപ്പെട്ട വർത്താനം അവൻ പറയുന്നത് നിർത്തുന്നില്ല, തെറി പറയുന്നത് നിർത്തുന്നില്ല, മോശപ്പെട്ട വർത്താനം നിർത്തുന്നില്ല. അവൻ്റെ മൊബൈൽ ഫോണിൽ അപ്പോഴും അള്ളാഹു ഹറാമാക്കിയ കാഴ്ചകൾ ആസ്വദിച്ചും കണ്ടും പോവുകയാണ്. കേൾക്കുന്നതിൽ അപ്പോഴും നിരോധിച്ചതായ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് നിരോധിക്കുന്നതല്ലാത്ത കാര്യങ്ങൾ അപ്പോഴും ഉണ്ട്, സൗഹൃദത്തിലുണ്ട്, എല്ലായിടത്തും അതൊക്കെയുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയം ഒഴിവാക്കി വെക്കുന്നവൻ അവൻ്റെ വിശപ്പ് കൊണ്ട് അള്ളാഹ്ക്കൊരു ഗുണവുമില്ല. നമുക്കാണ് ഗുണം കിട്ടേണ്ടത്. എന്ത്? അള്ളാഹു പറഞ്ഞത് പ്രകാരം പകലിനെ മുഴുവൻ നമ്മൾ ക്രമീകരിക്കുമ്പോൾ കൂടെ കിട്ടേണ്ടത് തഖ്വയാണ്. അത് വെറുതെ ഉണ്ടാകുന്നതല്ല, അത് പ്രയത്നിച്ച് നേടേണ്ടതാണ്. അതെങ്ങനെയാണ് പ്രയത്നിച്ച് നേടുക? സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ തിന്മകൾ എന്താണ്, നമ്മുടെ നന്മകൾ കുറഞ്ഞു പോകുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നിസ്കാരത്തിൻ്റെ കാര്യം, ജമാഅത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യം, സംസാരത്തിൻ്റെ കാര്യം, രഹസ്യ ജീവിതത്തിൻ്റെ കാര്യം, സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യം, ഏറ്റവും നന്നായി റബ്ബിനെ കഴിഞ്ഞാൽ പിന്നെ അറിയുന്നത് നമുക്കാണ്. അത് ശുദ്ധീകരിക്കാൻ ഈ റമളാൻ അവസരമായി കണ്ട് നോമ്പ് നോക്കാത്ത ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്ര നോമ്പുകാരാണ്! അവർ നോമ്പ് നോക്കുന്നത് കൊണ്ട് ഭൗതികമായി അവർ സഹിച്ച വിശപ്പും ദാഹവും അവർക്ക് മിച്ചം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയാകാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ തഖ്വ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടെ റമളാനിനെ സ്വീകരിക്കാനും അങ്ങനെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. റമളാനിലൂടെ കടന്നുപോയി പാപമോചനം ലഭിക്കാത്തവർ എത്ര മോശക്കാരാണ്! കാരണം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അനേകം അവസരങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുമെന്ന് പഠിപ്പിച്ചത്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ ഖാമല റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിലെ രാത്രികൾ തറാവീഹായി, ഖിയാമുൽ ലൈലായി അല്ലാതെയും ഒക്കെ നിന്ന് നിസ്കരിക്കുന്ന ശീലം റമളാനിൽ കൊണ്ടുവന്നാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദർ, അത് വർഷത്തിലെ 10 ദിവസം മാത്രം മെനക്കെടാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു സമയം, ആ സമയത്ത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് അവൻ പ്രയത്നിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ വ്യത്യസ്ത സമയത്തിൽ ഉത്ബോധിപ്പിക്കുന്ന വാചകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വലില്ലാഹി ഉതഖാഉ മിനന്നാർ. അള്ളാഹുവിന് അവൻ നരകമോചനം കൊടുക്കുന്ന അവന്റെ അടിമകളുണ്ട്. വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. റമളാനിന്റെ എല്ലാ രാത്രിയിലും അവന്റെ അടിമകളെ അന്നത്തെ പ്രവർത്തനത്തിന്റെ ശുദ്ധതയും അള്ളാഹുവിന്റെ മശീഅത്തും ചേർന്ന് അവൻ നരകമോചനം കൊടുക്കും. ഇങ്ങനെ അസംഖ്യമായ കാര്യങ്ങൾ, എണ്ണി പറഞ്ഞ 4ലേറെ വിഭവങ്ങൾ, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾ അവർക്ക് നരകമോചനമുണ്ട്, സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി അനുസരിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി വെച്ച് കഷ്ടപ്പെട്ട് റമളാനിലെ നോമ്പുകൾ അനുഷ്ഠിക്കുന്നു. എന്നിട്ട് പാപമോചനം നേടിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എത്ര നിർഭാഗ്യവാന്മാരാണ്! അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. റഹിമം ഫംറിഇൻ മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. ഒറ്റ കാരണം കൊണ്ടല്ല, 100 കാരണങ്ങളെ കൊണ്ട് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ അവസരങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ റമളാൻ അങ്ങ് കഴിഞ്ഞു പോയിട്ടും തഖ്വ ഒട്ടും വർദ്ധിക്കാതെ, ശുദ്ധതയൊട്ടും കൂടാതെ, മനസ്സൊട്ടും ശുദ്ധീകരിക്കാതെ, ഇസ്തിഗ്ഫാർ നേടാതെ, അള്ളാഹുവിനോട് പാപമോചനം പറയാതെ, കരയാതെ റമളാൻ മടങ്ങിപ്പോയാൽ അവൻ എത്ര നഷ്ടക്കാരാണ്, അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ നോമ്പ് റൂട്ടീനിൽ ഭക്ഷണവും പാനീയവും മാറ്റിവെക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു മാറ്റവും വരുത്താത്ത നോമ്പായി കൂടാൻ പാടില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അനുഷ്ഠാനം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ആഘോഷമായി മാറുകയാണ്. 4 ആൾ കൂടി, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ആളുകളൊക്കെ കൂടി വമ്പിച്ച ഇഫ്താറുകൾ നടത്തി രാത്രി സമയം മുബാറക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇത് ഷഹറുൻ മുബാറക്,
റമദാൻ ഒരു അനുഗ്രഹീതമായ മാസമാണ്. ഈ അനുഗ്രഹം എപ്പോഴാണ്? റമദാനിൻ്റെ എല്ലാ സമയങ്ങളിലും അനുഗ്രഹമുണ്ട്. എല്ലാ സമയത്തും ഇബാദത്ത് കൊണ്ട് മെനക്കെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. രാത്രി സമയം പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിൽ വരികയും പ്രവാചകന്റെ ഖുർആനിന്റെ പരിശോധന നടത്തുകയും ചെയ്യുമായിരുന്നത് രാത്രിയാണ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ആ സംഭവം പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, രാത്രിയിൽ റമദാനിന്റെ രാത്രിയിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം എന്നതിൻ്റെ അടയാളമാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാന്റെ രാത്രിയിൽ വന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രാത്രി നിന്ന് നിസ്കരിക്കുന്നവർ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ പാപമോചനം, നരകമോചനം നൽകപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാലിക ഫീ കുല്ലി ലൈലത്തിൻ, റമദാന്റെ എല്ലാ രാത്രിയിലും അള്ളാഹു നരകമോചനം കൊടുക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ റമദാൻ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ലൈസൻസ് പോലെയാണ്. റമദാനിന്റെ പകൽ എന്താണോ നമ്മൾ നിയന്ത്രിച്ച് മാറ്റി നിർത്തിയത് അതിലേക്ക് തന്നെ പോകുന്ന, സംസാരങ്ങളൊക്കെ നടത്തുന്ന, അതുപോലെ തന്നെ യാത്രകൾ നടത്തുന്ന, അങ്ങനെ ഒരു രീതിയിലേക്ക് റമദാൻ ആഘോഷിക്കുന്ന രൂപത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. റമദാനിൽ 4 ആൾ കൂടുന്നതും നോമ്പ് തുറക്കുന്നതൊന്നും പാടില്ല എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ അതിലഭിരമിച്ച് ജമാഅത്ത് നഷ്ടപ്പെട്ട് പിന്നീട് അങ്ങോട്ട് കൂട്ടമായിരുന്ന് സംസാരിച്ച് രാത്രിയുടെ നിസ്കാരങ്ങളില്ല, ഖുർആൻ പാരായണങ്ങളില്ല, ദിക്റുകളില്ല, ഇസ്തിഗ്ഫാറുകളില്ല, പിന്നെ എന്ത് റമദാനാണ് നമ്മൾ ആസ്വദിക്കുന്നത്, എന്ത് റമദാനാണ് നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ചും രാത്രി സമയം ഇസ്തിഹ്ബാബിൻ്റെ സമയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ സമയത്തെ ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് സാധിക്കണം. പരിശുദ്ധ ഖുർആനിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കേണ്ട സമയമാണ് റമദാൻ എന്നതിൽ സംശയമില്ലല്ലോ. നമ്മളൊക്കെ ഏത് ദുനിയാവിലെ എന്തൊക്കെ തിരക്ക് നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഖത്മെങ്കിലും ഓതി തീർക്കാതെ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അക്രമമാണ് എന്നല്ലാതെ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. എന്തൊക്കെ തിരക്ക് നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും എല്ലാവർക്കും റബ്ബ് വീതിച്ചു നൽകിയത് 24 മണിക്കൂർ തന്നെയാണ്. നമ്മുടെ പണികളും ജോലികളും ഒക്കെ നടക്കുമ്പോൾ തന്നെ സമയം കണ്ടെത്തി ഖുർആൻ പാരായണം ചെയ്ത് ഒരു ഖത്മെങ്കിലും ഓതി തീർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, ഖുർആനുമായി റമദാനിൽ പോലും ഒരു ഖത്മ് ഓതാനുള്ളൊരു അടുപ്പം പോലും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വല്ലാത്ത നഷ്ടവും വല്ലാത്ത ദുര്യോഗവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്ലാൻ ചെയ്യണം, അല്ലാത്ത ഇവിടെ ഇത് നടക്കില്ല. റമദാനിലെ നമ്മുടെ തിരക്കെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എൻ്റെ ജോലി സമയം എങ്ങനെയാണ്, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ ഇടവേളകളിൽ എങ്ങനെയാണ് ഞാൻ ഖുർആൻ ഓതി തീർക്കുക എന്ന് പ്ലാൻ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അവസരവും സമയമൊക്കെ കിട്ടിയാൽ ഓതുക എന്നതല്ല നമ്മുടെ രീതി. സമയമുണ്ടാക്കി ഓതുക, അതിനാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞാണ് റമദാനിലെ മറ്റെല്ലാ കാര്യത്തിനും നമ്മൾ കൊടുക്കേണ്ട പരിഗണന ഖുർആൻ ഓതി കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ സമയം കണ്ടെത്തണം എന്നത് പ്രത്യേകം നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണം. അത്താഴം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച കാര്യമാണ്. തസഹറു ഫഇന്ന ഫി സഹൂരി ലബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അതിൽ ബറക്കത്തുണ്ട്. അത് നമ്മുടെ ഒരു ദിവസം മുഴുവൻ നമ്മൾ വിശപ്പ് സഹിക്കുന്നതിൻ്റെ, ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് പകരമായി നമ്മൾ കയറ്റുന്ന ഭക്ഷണമല്ല, അങ്ങനെയല്ല അതിനർത്ഥം. മറിച്ച് അതൊരു ബറക്കത്തിൻ്റെ വേളയാണ്. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചും ഫർദ് നോമ്പാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ രാത്രി സംസാരവും രാത്രി ചുറ്റിലൊക്കെ കഴിഞ്ഞ് വളരെ ലേറ്റായി കിടന്ന് പിന്നെ അത്താഴത്തിന് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്താഴത്തിന് ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10-30 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ കാരക്ക തിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കഴിച്ചോ അത്താഴം കഴിക്കുക. ആ സമയത്തിന് വർക്കത്തുണ്ട്, ആ ചെയ്യുന്ന കർമ്മത്തിന് വർക്കത്തുണ്ട്. അത് നമ്മുടെ ശീലമാക്കണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങൾ മറ്റൊന്നുള്ളത്. ഒന്ന്, ദാനധർമ്മം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റ് പോലെ റമദാനിൽ ദാനധർമ്മങ്ങൾ നടത്തിയിരുന്നു. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന മനസ്സിന് ഒരു ലോലതയുണ്ട്. ആ ലോലതയിൽ നിന്നാണ് ചുറ്റിലുമുള്ള ആളുകളെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് റമദാനിൽ എല്ലാ കർമ്മങ്ങളോടും ഒപ്പം വമ്പിച്ച പരിഗണന കൊടുക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ സമ്പത്ത് ദാനധർമ്മം നിർവഹിക്കുക എന്നത്. അതിനും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചില പ്ലാനിങ്ങുകൾ ഉണ്ടാകണം. ഇപ്പോൾ ഒരു മാസത്തെ നമ്മുടെ ഒരു വരുമാനം എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഏകദേശം റമദാനിൽ വരുന്ന ചെലവുകൾ നമുക്കറിയാം. ഇത് രണ്ടും കൂട്ടി നിർത്തി ഇത്രയൊക്കെ സംഭവം എനിക്ക് ഞാൻ സ്വതക്ക കൊടുക്കും എന്ന് തീരുമാനിക്കുന്നവരാണ് പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വരിക എന്നാലല്ല. അന്വേഷിച്ച് വരിക അവരുടെ കടമയായിരിക്കാം. നമ്മൾ കൊടുക്കേണ്ട ഒരു ദാനധർമ്മം, അവരുടെ നമ്മളെ കയ്യിൽ നിന്ന് പരലോകത്തേക്ക് നമ്മൾ വെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അത് കൃത്യമായി കൊടുക്കാൻ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് തുറപ്പിക്കാൻ അവസരം
അവസരം കിട്ടിയാൽ അത് നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സ്വായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ അത്ര തന്നെ പ്രതിഫലം അവനും കിട്ടുമെന്നാണ്. നമ്മുടെ പള്ളിയിൽ പ്രത്യേകിച്ചും യാത്രക്കാരായ ഒട്ടനേകം ആളുകൾ നോമ്പ് തുറക്കു വേണ്ടി ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമുക്ക് സാധിക്കുമെങ്കിൽ ഇവിടെ അത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പ്രാർത്ഥന, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ റമദാനിലെ വിധിവിലക്കുകൾ പറയുന്നതിനോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമ പ്രവാചകരെ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ പറയണം, ഞാൻ അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ്. ഉജീബ് ദഅവത ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അവർ എന്നിൽ വിശ്വസിക്കട്ടെ, എന്നോട് ചോദിക്കട്ടെ, അവർ നേർമാർഗത്തിലേക്ക് അയക്കുമെന്നാണ്. അപ്പം ഈ പരിശുദ്ധ ഖുർആനിലെ റമദാനുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളൊക്കെ പരാമർശിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, റമദാനിലെ ഹുക്മുകൾ പറയുന്നതിനോട് ചേർത്ത് ഇടകലർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് ഇർഷാദുൻ ഇലൽ ഇജ്തിഹാദി ഫി ദുആഇ ബൽ വഇൻദ കുല്ലി ഫിത്രിൻ. നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് ഒരു നോമ്പുകാരൻ പ്രാർത്ഥിക്കാനുള്ളൊരു അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് നോമ്പിൻ്റെ വിധിവിലക്കുകൾ പരാമർശിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചത് എന്ന്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും. 3 ആളുകൾ അവരുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. അസ്വായിമു ഹത്താ യുഫ്തിർ. നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയം അവൻ്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. ഈ ഇഖ്ലാസോടുകൂടെ നിലനിൽക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, പരലോക മോക്ഷത്തിന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനത്തിന്, കുടുംബത്തിന്, എല്ലാത്തിനെയും എണ്ണമിട്ടുകൊണ്ട് നോമ്പുകാരനായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് ഈ നോമ്പ് ഏറ്റവും ഗുണകരമായി ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വല. യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. റമദാനിൽ നമ്മുടെ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ പലപ്പോഴും റമദാൻ മാസത്തിലെ നമ്മുടെ സമയം നന്മയെന്ന രീതിയിൽ അപഹരിച്ചെടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ നന്നായി ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുമാ നല്ല കാര്യങ്ങളിലാണ് ഞാൻ ഇടപെടുന്നത്, പക്ഷെ അവസാനത്തിൽ എന്താ നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ തെക്കുവ വർദ്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടിയോന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എങ്കിൽ അതിൽ നിന്ന് ആസൂത്രിതമായി മാറി നിൽക്കാൻ നമുക്ക് പറ്റണം. സൂചിപ്പിക്കുന്നത് ഇപ്പോൾ റമദാനായാൽ നമ്മുടെയൊക്കെ കുടുംബ ഗ്രൂപ്പിലും മറ്റൊക്കെ ഒരു ക്വിസ് വരും. എന്താ അപ്പോൾ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ആ ചോദ്യങ്ങൾ പഠിക്കുന്നതോടും മനസ്സിലാക്കുന്നതോടൊക്കെ നമുക്ക് തെക്കുവ വർദ്ധിപ്പിക്കാൻ പറ്റുമോ, എന്തെങ്കിലും കൂടുതൽ അറിവുകൾ കിട്ടുമോ? അങ്ങനെയൊന്നുമല്ല. ചരിത്രത്തിൽ ഏതോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ ചോദ്യമായി വന്ന് അതിങ്ങനെ ചുറ്റിക്കറങ്ങി അതിൻ്റെ പിന്നാലെ നമ്മൾ പോയി നമ്മുടെ സമയം കളയാൻ പാടില്ല. അതോടൊപ്പം അതിന് പകരം നമ്മൾ കൂടിയിരുന്ന് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു സൂറത്ത് നിശ്ചയിച്ച്, അല്ലെങ്കിൽ ഒരു ഭാഗം നിശ്ചയിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ പഠിക്കുന്നതിന് ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെക്കുവ വർദ്ധിപ്പിക്കാനുള്ള വിഭവങ്ങൾ നേടുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ഒപ്പം തന്നെ നമ്മുടെ സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരവരുടെ വീട്ടിൽ നമ്മുടെ നോമ്പുതുറക്ക് വിഭവങ്ങൾക്ക് ഒരുക്കുക എന്നത് അവരുടെ ഒരു ദൗത്യമാണ്. അവരത് നിർവഹിക്കുമ്പോൾ തന്നെ രണ്ടു കൂട്ടരും, സ്ത്രീകളോടും അതുപോലെ തന്നെ വീട്ടിലെ പുരുഷന്മാരോടും, ഇതിനുവേണ്ടി സമയം ചെലവഴിച്ച് നോമ്പിൻ്റെ നല്ല സമയങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. എല്ലാവർക്കും ഒരു ഗുണകരമായ രൂപത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന നോമ്പുതുറക്ക് ഒരുക്കണം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി സമയത്തിൻ്റെ, ഒരു ദിവസത്തിൻ്റെ പകൽ സമയത്തിൻ്റെ സിംഹഭാഗം അതിനുവേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് അവർക്ക് ഖുർആൻ ഓതാനും മറ്റിനും ഇബാദത്തുകൾക്കും ഒന്നും സമയമില്ലാത്ത, അന്നുപോലും റമദാന്റെ പകൽ പോലും നിസ്കരിച്ച് കഴിഞ്ഞ് റവാത്തിബ് നിസ്കരിച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കാനും ദിക്ർ ചൊല്ലാനും ഒന്നും അവർക്ക് സമയമില്ലാത്ത വിധത്തിൽ നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കൽ അതൊരു ഖൈറുള്ള ഒരുക്കമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭാഗമാണ്, അതും കൂലി കിട്ടുന്ന കാര്യമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഒരുപാട് നന്മകളെ കളഞ്ഞ് വിഭവങ്ങൾ ഒരുപാട് ഒരുക്കുന്നതിന് പിന്നിൽ കൂലിയല്ല, അല്ലെങ്കിൽ അത് നന്മയല്ല, അത് നമ്മുടെ നന്മകളെ തടസ്സപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിവ് പ്രവർത്തിക്കുന്നവർക്കും അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചുമൊക്കെ ധാരണയുണ്ടാകണം. നമ്മൾ പള്ളിയിലേക്ക് വരും, നമ്മൾ ഖുർആൻ ഓതാൻ പോകും, വീട്ടിലെ സ്ത്രീകളോ അവർക്കും ഇതിനൊക്കെ അവസരമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റമദാന് തുടക്കമായി കഴിഞ്ഞാലും റമദാന്റെ അവസാനത്തിലും വമ്പിച്ച ചർച്ച വരുന്ന കാര്യമാണ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ അടിസ്ഥാനപരമായി അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ഡിതന്മാർക്കിടയിൽ, ലോകത്ത് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം അതിലുണ്ട്. അതുകൊണ്ട് ഇതിൽ എന്താണ് പ്രമാണത്തോട് യോജിക്കുന്ന ഭാഗം
എന്നത് നേരത്തെ പഠിച്ച് നമ്മളൊരു നിലപാട് സ്വീകരിക്കുക. എന്നിട്ട് റമദാനിൽ അത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ നിന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ശഅബാൻ 28 അഥവാ മാസപ്പിറവി ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിർണ്ണയിക്കുക. അങ്ങനെ റജബ് 30 പൂർത്തീകരിച്ച് നമ്മൾ ശഅബാനിലേക്ക് കടന്നു. ഇന്ന് ശഅബാൻ 28. അപ്പം നാളെയാണ് പിന്നെ കാഴ്ചക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. 29 നമ്മൾ കാഴ്ചക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടത്. ഈ നിലക്കാണ് സത്യത്തിൽ അതുള്ളത്. ഈ പിന്നെ നോമ്പ് പിന്നെ റമളാൻ മാത്രമല്ല, ഇസ്ലാമിക കർമ്മങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നത് ചന്ദ്രമാസവുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ ചന്ദ്രമാസത്തിന്റെ നിർണയം നടക്കുന്നത് എങ്ങനെയാണ് എന്നതിന് ലോകത്ത് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത് കാഴ്ച കൊണ്ട് തന്നെയാണ് എന്നതിനൊരു തർക്കവുമില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ മാസപ്പിറവി പറയുന്നിടത്ത് മാത്രം ഒരു കാഴ്ചയുടെ പ്രശ്നം? നിസ്കരിക്കാൻ നമ്മൾ കലണ്ടറിൽ നോക്കിയാണ് നമ്മൾ പിന്നെ സമയം നോക്കിയാണ് ചെയ്യുക. 2075 ളുഹർ നിസ്കാരത്തിന്റെ സമയം നമുക്കിപ്പോൾ നിർണ്ണയിക്കാൻ പറ്റും. എന്നാൽ റമദാൻ ഇപ്പോഴും നിർണ്ണയിക്കാൻ പറ്റാത്തൊരു അവിടെ മാത്രം നമ്മൾ എന്താണ് ശാസ്ത്രത്തിന് എടുക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം, ഇപ്പം നിസ്കാരത്തിന് സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൂര്യൻ നേർക്ക് നേരെ എത്തിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയാൽ എന്നാണ് പ്രയോഗം. നീങ്ങുന്നത് നിങ്ങൾ കണ്ടാൽ, നീങ്ങുന്നത് നിങ്ങൾ നോക്കിയാൽ എന്നൊന്നുമല്ല, നീങ്ങിയാൽ എന്നാണ് പ്രയോഗം. ആ നീങ്ങിയത് മനസ്സിലാക്കാൻ നമുക്ക് അന്നത്തെ അഡ്വാൻസ്ഡ് ആയ സൗകര്യം അന്ന് ഉപയോഗപ്പെടുത്തി. ആ നീങ്ങുന്നത് മനസ്സിലാക്കാനുള്ള അഡ്വാൻസ്ഡ് ആയ സൗകര്യം ഇന്ന് ഉപയോഗപ്പെടുത്തുന്നു എന്നത് മാത്രമേ അതിലുള്ളൂ. എന്നാലോ മാസം നിർണ്ണയിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ചന്ദ്രപ്പിറവി ഉണ്ടായാൽ എന്നല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കണ്ടാൽ എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, മേഘം കൊണ്ട് മൂടിയത് കാരണം നിങ്ങൾ കണ്ടില്ല, അഥവാ സാങ്കേതികമായൊരു കാരണം കൊണ്ട് നിങ്ങൾ കണ്ടില്ല, പിറവി ഉണ്ട് എന്ന് ഉറപ്പാണ്. എങ്കിലും 30 പൂർത്തിയാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് ആളുകൾ കൂടിയിരുന്ന് പ്രവാചകന്റെ കാലത്ത് ശാസ്ത്രമൊന്നും വളരാത്തത് കൊണ്ട് അങ്ങനെയായിരുന്നു, ഇന്നിപ്പോൾ അത് വളർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഏത് പ്രവാചകനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? മസ്ജിദ് നബവിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസീഹ് ദജ്ജാൽ കടന്നു വരും, അവൻ മദീനയിലേക്ക് മാത്രം വരില്ല, മദീനയുടെ ദൂരെ ദിക്കിൽ നിന്ന് അവൻ പറയും, ആ കാണുന്ന വെള്ളക്കൊട്ടാരം പ്രവാചകന്റേതാണ് എന്ന് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ, ഓലമേഞ്ഞ പൂഴിയുള്ള മസ്ജിദ് നബവിയിൽ നിന്നാണ് നബി ഇത് പറയുന്നത്. വർഷങ്ങൾക്കപ്പുറം കൊട്ടാരം പോലെ തിളങ്ങി നിൽക്കുന്ന വെള്ളക്കൊട്ടാരമാകും ഇതുമെന്ന് വഹി മുഖേന സ്ഥിരപ്പെടുത്തി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാസപ്പിറവി കളിക്കുന്നിടത്ത് അങ്ങനെ വഹീന്റെ പാഠങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഏത് വഹിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് അത് തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാനാണ് കൽപ്പിച്ചത്, നോക്കി കാണുന്നതിലൂടെ തന്നെയാണ് മാസം ഉറപ്പിക്കപ്പെടുക. പക്ഷെ ഇത് പറയേണ്ട അതോറിറ്റി ആരാണ്, പരിധി എന്താണ് എന്നതിനൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രാമാണികമായ ഒരു നിലപാട് നമ്മൾ അതിൽ സ്വീകരിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ പ്രമാണത്തോട് യോജിക്കുന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുകയും എന്നിട്ട് അതിനോടനുബന്ധിച്ച് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുക. സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ പൊതുവെ കാണുമ്പോൾ അതൊക്കെ മതമാണ്, ചർച്ച ചെയ്യാമെന്നൊക്കെ തോന്നും. തറാവിഹിൻ്റെ നിസ്കാരം, ബാങ്കിൻ്റെ സമയം, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളിൽ തർക്കിച്ചും സംസാരിച്ചും നമ്മുടെ സമയങ്ങളെ നമ്മൾ ഒഴിവാക്കി കളയാൻ പാടില്ല, വൃഥാവിലാക്കി കളയാൻ പാടില്ല. നന്മയെന്ന ധാരണയിൽ ഇങ്ങനെ നമ്മുടെ സമയങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ആസൂത്രണമായ ബോധമുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, റമളാനിനെ ആഫിയത്തോടുകൂടെ സ്വീകരിക്കാനും സൽക്കർമ്മങ്ങളിൽ നിബിഡമായി റമളാനിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫളല് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന റഹ്മാനെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.